ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഫ് ഐ എസിന്റെ ഭാഗത്തുനിന്ന് ഒരു 3400 കോടി രൂപയ്ക്കുള്ള ഒരു ബൈങ് കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം അവർ കണ്ടിന്യൂ ചെയ്യുമെന്നോ അതോ ഇത് വെറും ഒരു മരുഭൂമിയിൽ പെയ്യുന്ന ഒരു മഴയായിട്ട് മാത്രമാണോ നിൽക്കുന്നതെന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ GDP വന്നു. അമേരിക്കൻ GDP, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വാർട്ടറിനെക്കാട്ടി ഈ പ്രാവശ്യം GDP കുറഞ്ഞു. പക്ഷേ സാധാരണ കുറയണ സമയത്ത് എക്കണോമി വീക്ക് ആണെന്നാണ് പറയുന്നത്. അത് കണ്ടീഷൻ പ്രകാരം എക്കണോമി വീക്ക് ഒക്കെ തന്നെയാണ്. പക്ഷെ ഫെഡറൽ റിസർവ് FOMC മീറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതിനെ കുറിച്ചുള്ള ചോദ്യം വരുന്ന സമയത്ത് അവർക്ക് മുകളിൽ നിൽക്കുന്ന ഡെമോക്രസിന്റെ വാള് പോലെയായിരിക്കും ഈ GDP കുറവ്. അത് കാരണം എന്താണ്, അവർ ഇനി FOMC മീറ്റിൽ പറയും ഞാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ തൽക്കാലത്ത് കൂട്ടുന്നില്ല എന്ന്, അങ്ങനെ ഒരു സ്തുതി വരാൻ ചാൻസ് കൂടുതലാണെന്ന് മാർക്കറ്റ് ഗണിച്ചത് കൊണ്ട് എന്ത് പറ്റി, നമ്മളെ ഗോൾഡും സിൽവറൊക്കെ നല്ല രീതിയിൽ കയറുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റും കയറുന്നുണ്ട്. നാസ്ഡാക്ക് എസ്പെഷ്യലി നല്ല രീതിയിൽ കയറുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിന് പോസിറ്റീവായ രീതിയിലുള്ള ഘടകങ്ങളൊക്കെയാണ് മാർക്കറ്റ് വന്നേക്കുന്നത്. 2.6% ടെക് സ്റ്റോക്സ് ഒക്കെ അപ്പായി നിൽക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടാതെ S&P 1% അപ്പാണ്. ഡൗ ജോൺസ് 0.5 മാത്രമേ ഉള്ളൂ. നമ്മളെ നിഫ്റ്റി നമ്മൾ ഈ പറഞ്ഞ സമയത്ത് 24,460 വരെ പോയിട്ട് ആശാൻ തിരിച്ചു കയറി 24,410 ഭാഗത്തൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് കടന്നു പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം സർവമയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. നമുക്കിനി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള റെഫറൻസ് ലെവലൊക്കെ വരച്ചുകൊണ്ട് നമുക്ക് നടക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി ഇന്ന് ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്തു, ആ ഭാഗത്തൊക്കെ തന്നെ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ആയിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റി ആ ഒരു രീതിയായിരുന്നു. പിന്നെ അടുത്തത് നമ്മളെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് ബെയറിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി, POസിന്റെ ഭാഗത്തേക്ക് തിരിച്ച് കയറിയ ദിവസമായിരുന്നു. മിഡ് ക്യാപ്പ് ബുള്ളിഷ് കട്ട് ചെയ്തു, ട്രിഗർ ആയിട്ടില്ല, വീണ്ടും ട്രിഗർ ആയിട്ടില്ല. POസിന്റെ ഭാഗത്തൊക്കെ കിടന്ന് കളിച്ച ഒരു എൻട്രി വന്നൊരു ദിവസവും കൂടെ ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഉള്ളത്. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ അങ്ങനെ ഒരു മൂവ് ഒന്നും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കണ്ടീഷനാണ്. ഇത്രയാണ്, മാർക്കറ്റ് ഒരു മൂവ് ഒന്നും വന്നിട്ടില്ല. ഇനി മാർക്കറ്റ് മൂവ് വരണമെങ്കിൽ എങ്ങോട്ട് പോവും, എന്തൊക്കെ കണ്ടീഷനാണ് നോക്കേണ്ടത്, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു നമ്മുടെ മാർക്കറ്റ് ഇപ്പം കൃത്യമായിട്ട് കടന്നു പോകുന്ന ഒരു അവസ്ഥ. ഒരു നിശ്ചലമായ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ ചലനം കാണിച്ചു. ഇന്നൊരു പീരീഡിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഒക്കെ നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നിഫ്റ്റി ഒരു പീരീഡിൽ ഒരു പടക്കനൊരു കയറ്റം കയറി തിരിച്ച് താഴേക്ക് ഇറങ്ങി, പിന്നെ വീണ്ടും ആ പടക്കനെ കയറ്റം വന്നു, താഴേക്ക് ഇറങ്ങി, അങ്ങനത്തെ ഒരു അവസ്ഥയെ കൃത്യമായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു. അപ്പൊ നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈലിന്റെ ലെവൽസ് വെച്ചിട്ട് നമുക്ക് കൃത്യമായ ലെവൽസും ബാക്കി ചാർട്ട്സും എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് ട്രേഡിന്റെ പ്ലാൻസ് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. അത്രയല്ലേ ആവുള്ളൂ. സോ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഇന്നലത്തെ പ്രൊഫൈലിന്റെ ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. രണ്ട് സൈഡിലും ആശാൻ ബ്രേക്ക് ചെയ്ത് പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ ഡേ ഈസ് ഫോളോഡ് ബൈ എ ട്രെൻഡ് ഡേ ആണെന്ന് പറയുന്നത്. നാളെ മന്ത്ലി ക്ലോസ് ആണ്. സോ മന്ത്ലി ക്ലോസ് ആവുന്ന സമയത്ത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് നടന്ന് നിഫ്റ്റി ഒന്ന് പിടിച്ച് 24,400 ഭാഗം മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ശ്രമം നടത്തുമെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു മൊമെന്റം വരാനുള്ള ചാൻസ് ഞാൻ കൂടുതലാണ്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ ആയ 12 വന്ന ഹൈ ആയ 14,733 മുകളിലോ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 2:30 മണിക്ക് വന്ന 14,610 താഴെ ഒരു ഹെവി സെല്ലിങ്ങോ ബൈങ്ങോ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ POC വന്നേക്കുന്നത് 14,676 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC അവിടെ കൊണ്ടുവരാം. ബുള്ളിഷ് റെഫറൻസിന് ഞാൻ ഒന്ന് 740 ഭാഗത്തേക്ക് മാറ്റി. ഇന്നത്തെ ഹൈക്ക് നമ്മൾ ഒരു 10 പോയിന്റ് മുകളിലും കൊടുത്തു. ബെയറിഷ് റെഫറൻസ് ഇന്നത്തെ ലോവർ ലെവലിന്റെ 10 പോയിന്റ് താഴെ 600 ഭാഗത്തേക്ക് കൊണ്ടു. ചുരുക്കി പറഞ്ഞാൽ ബുള്ളിഷുമായി ബെയറിഷുമായി. നമുക്കിനി താഴേക്കുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആണ് 600 പൊട്ടിയാൽ മാർക്കറ്റ് എങ്ങോട്ട് വരും? ഫസ്റ്റ് ടാർഗറ്റ് 14,560 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെയാണ്. സെക്കൻഡ് 14,500 എത്രയാണ്? 14,500 ഭാഗത്തേക്ക് വരാം. തേർഡ് എന്ന് പറയുമ്പോൾ 14,460 എത്രയാണ്? 14,460. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള S1, S2, S3. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് 740 ആണല്ലോ.
അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോവാം? ഫസ്റ്റ് 800 എത്രയാണ്? 14,800ന്റെ ഭാഗത്ത് എത്രയാണ്? 14,800ന്റെ ഭാഗത്തേക്ക് വരാം. വളരെ ഗ്യാപ്പ് ഉണ്ട്. അതിന് മുകളിൽ അടുത്ത എത്രയാണ്? 14,856 എത്രയാണ്? 14,856 14,856ന്റെ ഭാഗത്തേക്ക് 14,856ന്റെ ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,900ന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അപ്സൈഡ് റഫറൻസ് പൊട്ടിയാൽ ഇന്നത്തെ ഹൈ 740 പൊട്ടിയാൽ നല്ലൊരു മൊമെന്റം മുകളിലേക്ക് വരാനും ഇല്ല 600 പൊട്ടിയാൽ നല്ലൊരു മൊമെന്റം താഴേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ന്യൂട്രൽ ഡേ ആണ് മിഡ് ക്യാപ്പ്. ന്യൂട്രൽ ഡേ ഫോളോഡ് ബൈ ട്രെൻഡ് ഡേ സ്ട്രക്ചർ ആണ് എപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള സെറ്റപ്പ് ഫോളോ ചെയ്യാറുള്ളത്. ഒരു ഓപ്പൺ ഓപ്ഷൻ ന്യൂട്രൽ ഡേ ആയിട്ടാണ് മിഡ് ക്യാപ്പ് എന്ന് ക്ലോസ് ആയിരിക്കുന്നത്. നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി ലെവലിലേക്ക് നോക്കാം. സോ ബാങ്ക് നിഫ്റ്റി വലിയ മാറ്റമുണ്ടോ? മാറ്റമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് അത് ഫെയിലിയർ ആയിട്ട് ഒരു ഫെയിൽഡ് ഓപ്ഷനോടെ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. സോ മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തതുപോലെ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ ഡേ ആണ്. POC 57,012ന്റെ ഭാഗത്തേക്ക് വന്നു. എത്രയാണ്? 57,012ന്റെ ഭാഗത്തേക്ക് ആ POC വന്നിട്ടുണ്ട്. നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ഒന്ന് മാറിയിട്ടുണ്ട്. സോറി, ബുള്ളിഷ് അല്ല, ബെയറിഷ്. ഇന്നത്തെ ലോ ആയ 56,768 എത്രയാണ്? 56,768 താഴെ ഒരു സെല്ലിംഗ് ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ടാണ്? ഫസ്റ്റ് ടാർഗറ്റ് 56,600 എത്രയാണ്? 56,600ന്റെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 56,600ന്റെ ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ വെച്ചത് എത്രയാണ്? 56,600ന്റെ ഭാഗത്തേക്ക് വരാം. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് എന്ന് പറയുമ്പോൾ അടുത്തത് 56,600 താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ഇവിടെ 56,422 എത്രയാണ്? സെക്കൻഡ് ടാർഗറ്റ് 56,422 56,422ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,214 എത്രയാണ്? 56,214 നമ്മുടെ വാല്യൂ ഏരിയ ലോ എന്നത്തെ ഈ ദിവസത്തെ 24th ജൂലൈയുടെ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക്. ബുള്ളിഷ് റെഫറൻസ് സെയിം ആണ്. 57,330 മുകളിൽ ബൈ, 57,500, 57,710, 57,870 ഇടുന്ന ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ ബുള്ളിഷ് റെഫറൻസ് ലെവല്. ഓപ്പൺ ഓപ്ഷൻ ന്യൂട്രൽ ഡേ. മിഡ് ക്യാപ്പിനപ്പുറം തന്നെ ഓപ്പൺ ഓപ്ഷനും ന്യൂട്രൽ ഡേ ആയിട്ടാണ് ആര് നിൽക്കുന്നത്? ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ഹയർ ഹൈസ് ഫോം ചെയ്ത് പുതിയ കോൺട്രാക്ട് പോകുന്ന ഒരു പോസിറ്റീവ് സൈനും കൂടെ നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് നാളെ ഒരു 100-120 പോയിന്റ് മൂവ്മെന്റ്സ് ഒക്കെ മാർക്കറ്റിൽ വന്ന് 24,400 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ഡേ ടൈപ്പ് പ്രകാരം. 24,260 POC. എത്രയാണ്? 24,260ന്റെ ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,200 എത്രയാണ്? ഇന്നത്തെ ലോ 24,180 താഴെ 24,180ക്ക് താഴെയാണ് ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ലോ 24,135 24,135ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 24,070ന്റെ ഭാഗത്തേക്ക് വരാനും തേർഡ് 24,000ന്റെ 24,000ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൗൺ ബൈഡ് റെഫറൻസ് ലെവല് ഇതാണ്. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ബൈയിങ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഹൈ കണ്ടല്ലോ 24,350 മുകളിലെ ബൈ എടുത്തതാണ്. 24,350 24,350ക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 24,400ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 24,468 എത്രയാണ്? 24,468 24,468ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ 24,510 എത്രയാണ്? 24,510ന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവലുകൾ. കൃത്യമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.